ദേഹം മുഴുവൻ ഇങ്ങനെ ചൊറിയും ചിറങ്ങുമായിട്ട് നിൽക്കുന്നൊരു മനുഷ്യൻ, കണ്ണുകൾ ഇങ്ങനെ പതിയെ പതിയെ അടർന്നു വീഴാറായിരിക്കുന്നു, ചുണ്ടുകൾ ചലമൊലിച്ചു നിൽക്കുന്നു. അതിലേക്കൊരു മനുഷ്യൻ സ്നേഹപൂർവ്വം തൻ്റെ ചുംബനം കൊടുക്കുന്നു. അസീസിയിലെ ഈ വിശുദ്ധന് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, താൻ ചുംബിച്ച ഇടത്ത് വലിയൊരു സൗഖ്യം അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ചുണ്ട് പഴയത് സാധാരണ പോലെ ഉള്ളൊരു ചുണ്ടായിട്ട് മാറുന്നു. അസീസ് പുണ്യാളൻ പിന്നെ ഒട്ടും വൈകുന്നില്ല. ഫ്രാൻസിസ് പിന്നെ ചെയ്യുന്ന കാര്യം ഇതാണ്, അവൻ്റെ മുറിവുകളിലെല്ലാം മാറി മാറി ഇങ്ങനെ ഉമ്മവച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയൊക്കെ ഈ ചുംബനം കൊടുക്കുന്നോ അവിടെയൊക്കെ വ്രണങ്ങൾ ഉണങ്ങുന്നു. സാധാരണ രീതിയിൽ കുഞ്ഞിൻ്റേതുപോലുള്ള ഒരു സ്കിന്നൊക്കെ വരുന്നു. ഒരു നിമിഷം പോലും താമസിക്കാതെ ഇയാളുടെ ദേഹം മുഴുവൻ ചുംബനം കൊണ്ട് മൂടി ഈ മനുഷ്യനെ സൗഖ്യപ്പെടുത്താനായിട്ടുള്ള ആഗ്രഹത്തോടുകൂടെ ഈ മനുഷ്യനിങ്ങനെ ചുംബിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ വ്രണത്തിൽ ഇങ്ങനെ ചുംബനം കഴിഞ്ഞ് നിൽക്കുമ്പോൾ അലറി വിളിക്കുന്നത് ഈ സമയത്ത് ഫ്രാൻസിസ് തന്നെയാണ്. കാരണം കയ്യിലിങ്ങനെ ചേർത്ത് പിടിച്ചിരുന്ന ആ കുഷ്ഠരോഗി പെട്ടെന്ന് ക്രിസ്തുവായി മാറുന്നുണ്ട്. ഇയാളെ വെറുതെ അല്ല രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കണത്. കർത്താവിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന ഈ കരുണയുണ്ടല്ലോ, താൻ കണ്ടുമുട്ടുന്ന ഓരോരുത്തരിലേക്കും അവരുടെ പ്രയാസങ്ങൾ അറിഞ്ഞ് കൈനീട്ടുന്ന ഒരു വിധവ തൻ്റെ മരിച്ച മകൻ്റെ ശവമഞ്ചവുമായിട്ട് പോകുമ്പോൾ കർത്താവ് അവിടെ ചെന്ന് അതിനെ പിടിച്ചു നിർത്തി ആ മകനെ ജീവിതത്തിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന കരുണ കാണുന്നുണ്ട്. കാരണം ഈ അമ്മയ്ക്ക് ഒറ്റ മകനാണെന്നറിയാം. ഈ തൻ്റെ മുൻപിൽ നിൽക്കുന്ന കുഷ്ഠരോഗികൾ ഒറ്റ സ്പർശം കൊണ്ട് സൗഖ്യപ്പെടുത്തുന്ന കർത്താവിനെ കാണും. ഈ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമുക്ക് ഒരു ജന്മം തന്നിരിക്കുന്നതെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതം. സ്നേഹമേ